ഒരു കേസുകാരും അവർ അടുത്തെങ്ങും പോയിട്ടില്ല. അവർ അതിനുശേഷം മാധ്യമപ്രവർത്തകരുമായി കുശലം പറഞ്ഞിട്ടാണ് അവർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയത്. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി വിളിച്ചവരോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അവരെ KSU പ്രവർത്തകരെ ആക്രമിച്ചതായിട്ട് അവർ പറയുന്നില്ല. അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. റെയിൽവേ പോലീസ് പരിശോധിച്ചു എന്നറിയുന്നു. റെയിൽവേ പോലീസ് പരിശോധിച്ചിട്ടും ഒരു തെളിവ് ഏതെങ്കിലും ഒരു KSU പ്രവർത്തകർ ആക്രമിച്ചെന്നത് പോയിട്ട് അവരുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങൾ ആദ്യം കാണിച്ച അവരുടെ കയ്യിലെ പരിക്ക് പിന്നീട് പുറത്തു വന്നു. മിനിഞ്ഞാന്നും ആ കയ്യിൽ അവർക്കൊരു പാടുണ്ടായിരുന്നു. അതേ പാട് തന്നെ 2 ദിവസം മുമ്പ് പോലും അവരുടെ കയ്യുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വിവിധ ചിത്രങ്ങളിൽ നിന്നും വിവിധ പരിപാടികളിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ സ്പീക്കറെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കാണാത്ത ഒരു കേസ് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രി തട്ടിവിട്ട ഒരു പച്ചക്കള്ളത്തിന്റെ പേരിൽ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുകയും കോൺഗ്രസ് ഓഫീസുകളെ ആക്രമിക്കുകയും ഞങ്ങളുടെ പുതുയുഗ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യാം. സ്വാഗത സംഘം ഓഫീസ് വരെ തല്ലി തകർത്തു. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കി ആർക്കെങ്കിലും വിഷ്വൽ മീഡിയയുടെ മുമ്പിലാണ്, ക്യാമറകളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായിട്ട് വരുന്ന വിഷയങ്ങൾ വഴിമാറ്റി വിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. അവർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവർ പ്രതിക്കൂട്ടിലാണ്. ജനങ്ങളുടെ മുന്നിൽ അവർ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആടിനെ പേപ്പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തി മനഃപൂർവ്വം അക്രമം നടത്തിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഇന്നലെ അക്രമങ്ങൾ നടന്നു. അതൊന്നും കണ്ട് ഞങ്ങൾ ആരും ഭയന്നു പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങൾ ഈ ഭീഷണികളെയൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. ജനകീയമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. അവരുടെ 3 മേഖലാ ജാഥകൾ പൊളിഞ്ഞു പോയെന്ന് അവർ തന്നെ വിലയിരുത്തി. അപ്പൊ പുതുയുഗ യാത്ര നന്നായി പോകുമ്പോൾ അതിന്റെ പ്രചരണം, അതിന്റെ ആ ക്യാമ്പയിൻ വഴിതിരിച്ചു വിടാൻ വേണ്ടി ചെയ്യുന്ന ശ്രമമാണിത്. ആർക്കാ അറിയാൻ പാടില്ലാത്തത്? ഇന്നലെ അവിടെ ഒന്നും നടന്നില്ല എന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് അറിയാലോ. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാലോ ഒന്നും നടന്നില്ല എന്ന്. ഇന്നലെ നുണ പറഞ്ഞത് ആരാ? MV ഗോവിന്ദനാ പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെഡലി തിരിച്ചു കേസുകാര്, പിന്നെ കൈ പിടിച്ച് തിരിച്ചു വന്നു. ഇയാളെപ്പോലെ പച്ചക്കള്ളം പറയുന്ന ഒരാള് അതല്ല ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെഡലിയും കൈയും KSUക്കാര് തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞത് ആരാ? എന്നിട്ട് പ്രകോപിക്കാണ് പാർട്ടി പ്രവർത്തകരെ. അവരറിയുന്നില്ലല്ലോ. പാർട്ടി പ്രവർത്തകർ വിചാരിക്കുക പാർട്ടി സെക്രട്ടറി അല്ലേ പറഞ്ഞത് പെഡലി തിരിച്ചെന്ന്. ആരോഗ്യമന്ത്രിയുടെ KSU പ്രവർത്തകർ. എന്നിട്ട് ആള് പച്ചക്കള്ളം പറയണം. പോലീസായിട്ടാണ്. പോലീസും അവരും തമ്മിൽ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? വിഷ്വല് കണ്ടില്ലേ? ആ ഭാഗം മാത്രം കാണാതെ പോയണ്ട. അവരെ വട്ടം പിടിക്കുന്നുണ്ടല്ലോ പോലീസ്. അവരെ അങ്ങോട്ട് ഓടിച്ചെല്ലാൻ നോക്കുമ്പോ പോലീസ് അവരെ വട്ടം പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വാ എന്റെ അടുത്ത് വാ, ഞാൻ കാണിച്ചു തരാം. എന്റെ ക്യാമറയിലുണ്ട്, നിങ്ങൾ നോക്ക്, ഞാൻ കാണിച്ചു തരാം. എന്റെ തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. പോലീസ്, ആ വനിതാ പോലീസ് ഓഫീസറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഇവര് ചൂടായി, ഇവര് ഭയങ്കര കയർത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോകുമ്പോ പോവല്ലേ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തടുത്തു നിർത്തുന്നത് പോലീസാണ്. അതെല്ലാവരും കണ്ടാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് നിയമസഭയ്ക്കകത്ത് 5 മന്ത്രിമാരായിരുന്നു എനിക്കെതിരായിട്ട് മറുപടി പറഞ്ഞതും എന്നെ ആക്ഷേപിച്ചതും. പുറത്തിപ്പോ ഇന്നലെ ഈ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ ഉടനെ ഞാനാണ് KSUക്കാരെ പറഞ്ഞുവിട്ട് ഇവരെ ആക്രമിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും കുറെ മന്ത്രിമാര് രംഗപ്രവേശം ചെയ്തു. എനിക്ക് യാതൊരു പരാതിയില്ല. ഇപ്പൊ ഞാൻ എന്റെ PR ചെയ്യാൻ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് ചെയ്യട്ടെ. അല്ലെ, അദ്ദേഹം എന്തെല്ലാം പച്ചക്കള്ളാണ് ഇന്നലെ പ്രചരിപ്പിച്ചത്? അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ? KSUക്കാര് സമരം ചെയ്തവര് ആരോഗ്യമന്ത്രിയുടെ പെഡലി തിരിച്ചെന്നും കൈ പിടിച്ച് തിരിച്ചുവെന്നും പച്ചക്കള്ളം പറഞ്ഞ ആരാ? പാർട്ടി സെക്രട്ടറി അല്ലേ? MV ഗോവിന്ദനല്ലേ പറഞ്ഞത്? അല്ലാതെ വേറെ ആരെല്ലാം പറഞ്ഞോ? അദ്ദേഹമാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയത് കണ്ടിട്ട്. പച്ചയ്ക്ക് പറയാണ് കള്ളം. പാർട്ടി സെക്രട്ടറി ആ പദവിയിലിരിക്കാൻ യോഗ്യതല്ല അദ്ദേഹം. അത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും CPM പ്രവർത്തകരും ഇടതുപക്ഷ നേതാക്കളും ഒരുപാട് പേര് പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നേതാക്കളുമുണ്ട്, പ്രവർത്തകരുണ്ട്, ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേരുന്നുണ്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടി ചേരുന്നുണ്ട്. ഞാൻ ഇന്നുവരെ കാണാത്തൊരു പ്രതിഭാസമാണ്.
CPM നിന്ന് ആളുകൾ കോൺഗ്രസിലേക്ക് വല്ല ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ പണ്ട് നടന്നിട്ടുണ്ടെന്നല്ലാതെ എല്ലാ ജില്ലകളിലും ഞാൻ തന്നെ എല്ലാ ജില്ലകളിലും ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെന്താണ് സംഭവിക്കുന്നത്? CPM ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുകയാണ്. എല്ലാ പാർട്ടിയിൽ നിന്ന് CPM പോയില്ലേ? അല്ല, CPM MLA പോയില്ലേ? അല്ല, CPM MLA പോയല്ലോ. CPM MLA രാജേന്ദ്രൻ, അത് അറിഞ്ഞില്ലല്ലേ? അത് മാത്രം കാണില്ല. CPM MLA അൽഫോൺസ് കണ്ണന്താനം പോയിട്ട് കേന്ദ്രമന്ത്രിയായിരുന്നു. ഇടുക്കിയിലെ ദേവികുളത്തെ MLA രാജേന്ദ്രനിൽ ഇപ്പൊ അപ്പുറത്ത് പോയത്, അവിടെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ CPM എത്ര പേര് പോകുന്നു? ഞങ്ങള് പോലീസ് ഇല്ലാതെയും പോകും ജാഥ. ഞങ്ങളൊന്നും പേടിച്ചിട്ട് ജാഥ നിർത്താൻ പോവാ. ഇവര് പേടിപ്പിച്ചിട്ട് അവരെന്താ തെറ്റിദ്ധരിച്ചത്? ഈ യാത്ര നിർത്തിവെക്കാന്ന് വെച്ചാൽ ഭയപ്പെടുത്തിയിട്ട്. ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ആരെയാണ് അവർ ഭയപ്പെടുത്തുന്നത്? ഒരാളെ ഭയപ്പെടുത്തണ്ട. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് സമയമുണ്ടല്ലോ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ. അതെല്ലാം ഇല്ലാത്തൊരു വിഷയം ഉണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നോണ പറയാ, പച്ചക്കള്ളം പറയാ, ഇല്ലാത്തൊരു കാര്യം, മന്ത്രി ഉൾപ്പെടെ. മനസ്സിലായ? എന്നിട്ട് പ്രചരിപ്പിച്ചിട്ട് അക്രമത്തിന് ആഹ്വാനം ചെയ്യാണ്. അക്രമത്തിന് ഈ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ടാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. അക്രമത്തിന് ആഹ്വാനം ചെയ്തതിന്, കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുക്കണം. എം വി ഗോവിന്ദനെതിരായിട്ട് ആരോഗ്യമന്ത്രിയുടെ കൈയും പെടലിയും തിരിച്ചു കേസുകാരെന്ന് പറഞ്ഞു. പച്ചക്കള്ളം പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരായി കേസെടുക്കണം. പെടലിക്ക് തിരിച്ചെന്നും കൈ പിടിച്ച് തിരിച്ചെന്നും പച്ചക്കള്ളം പറഞ്ഞു കൊല്ലാൻ ശ്രമിച്ചെന്നവരെ. എന്നിട്ട് ആ കേസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയവർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസ് കൊടുത്തു. വധശ്രമത്തിന് കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്തിര്. ആകെ അവർ കരിങ്കൊടി പിടിച്ചത് മാത്രമാണ്. സ്പീക്കർ ബോധ്യപ്പെടാൻ സ്പീക്കർ അത് കണ്ടില്ലല്ലോ. സ്പീക്കർ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ കണ്ടു ബോധ്യപ്പെടണം. സ്പീക്കർ പഴയ SFIക്കാരനായതാണ്. ഇപ്പോ സ്പീക്കർ ആ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി. എന്നിട്ട് പണ്ട് ഈ കോളേജിലൊക്കെ ഇതുപോലത്തെ നാടകം ഉണ്ടാക്കുമല്ലോ, തല്ലിയെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കെട്ടൊക്കെ കെട്ടി വരുമല്ലോ ചിലര്. അതുപോലത്തെ ഒരു നാടകം അദ്ദേഹമാണ് ഉപദേശിച്ചെങ്കിൽ ഞാൻ ഒരു സലാം പറഞ്ഞിരിക്കുന്നു സ്പീക്കറോട്. സ്പീക്കർ പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയിട്ട് പഴയ SFIക്കാരനായി അദ്ദേഹം മാറി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അസംബ്ലിയൊക്കെ കഴിഞ്ഞു, കുഴപ്പമില്ല. അതിന് സ്പീക്കർ ഉണ്ട്, ആ കൂടെ അല്ലെങ്കിൽ സ്പീക്കർ ഉണ്ട്. സംശയം എന്താ? സ്പീക്കറായിട്ട് കൂടി ആലോചിച്ചിട്ടാണ് മൊത്തം തിരിയുന്നത്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ല. കൂളായിട്ട് എല്ലാവരോടും സംസാരിച്ച് അലോ പറഞ്ഞു പോവാ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് ഇത്. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ പാട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട് എല്ലാവരും ഇന്നലെ കാണിച്ചു. സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്, തലേദിവസത്തെ പരിപാടിയിൽ ആ പാടുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ കേസ് പ്രവർത്തകർ കത്തി വെച്ച് കുത്തിയെന്ന് പറഞ്ഞാൽ കയ്യിൽ. അല്ല, സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉദ്ദേശിച്ചത് മാർച്ച് 1-ാം തീയതിക്ക് ഉണ്ടാവുന്നതാണ്. ആ ഒരു സെക്കൻഡ് വീക്കിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ അനൗൺസ്മെന്റ് പോകും. പിന്നെ നമ്മുടെ ജാഥ നടക്കുകയാണ്. ഞങ്ങൾ UDF-ലെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. 24 മണിക്കൂർ കൊണ്ട് ഏത് സമയത്തും അത് അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രൊസീജിയർ തുടങ്ങി. സ്ക്രീനിംഗ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. അതിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കും. അതിനുശേഷം വളരെ സ്മൂത്തായിട്ട് 2 ഘട്ടമായിട്ട് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കും, ഘടകകക്ഷികളും പ്രഖ്യാപിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലസിദ്ധി ബോർഡ് ലാഭത്തിലാക്കി 22 പൈസ കുറച്ചു കൊടുത്തു. അതുവരെയുള്ള ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ലോസ് കുറച്ചു കൊണ്ടുവന്ന് 1000 കോടി മാത്രമാക്കി. ബോർഡ് ലാഭത്തിലായി. പണ്ട് മുതലേ ഉണ്ടായിരുന്ന നഷ്ടം കുറച്ചു കൊണ്ടുവന്ന് 1000 കോടി രൂപയുടെ നഷ്ടം മാത്രമാക്കി. അതുവരെ ഇല്ലാതെ ക്യുമുലേറ്റീവ് ലോസ് മുഴുവൻ കുറച്ചു കൊണ്ടുവന്നു ലാഭത്തിലാക്കി ബോർഡ്. ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ പറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന് വിശദം ചോദിച്ചുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഉള്ളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ആദ്യത്തെ കൊല്ലം ഞങ്ങളുടെ ഗവൺമെന്റ്, ലോങ് ടൈം 25 വർഷത്തേക്ക്, ആദ്യത്തെ കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങളുടെ ഗവൺമെന്റ്. പിന്നെ 7 കൊല്ലം CPM വാങ്ങിച്ചു. ഈ ഗവൺമെന്റ്, CPM അല്ല, ഈ ഗവൺമെന്റ്, CPM ഭരിക്കുന്ന ഗവൺമെന്റ് വാങ്ങിച്ചു. 8ാമത്തെ കൊല്ലമായപ്പോ അതിലൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് റദ്ദാക്കി, കരാർ റദ്ദാക്കി. ഇതിന് വേറെ കമ്പനിക്ക് കൊടുത്തു. 4 രൂപ 29 പൈസക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പൊ എത്ര രൂപയ്ക്കാണ് മേടിക്കണമെന്നറിയാമോ? മേടിക്കുന്നത് എത്രയാണെന്നറിയാമോ? 8 രൂപ തൊട്ട് 14 രൂപ വരെ ഒരു യൂണിറ്റിന്. 3 ഇരട്ടി കൂടുതലാണ് മേടിക്കുന്നത്. ഒരു ദിവസം 20 കോടി രൂപയുടെ നഷ്ടം ആ ഒരു കാരണത്തിന്റെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലായിക്കും.